BNS 196, BNS 299, KP ആക്ട് 120O എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് PC ജോർജിനെതിരായ FIR. PC ജോർജിനെ സംരക്ഷിക്കുന്ന പോലീസ് സമീപനത്തിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ പോലീസ് കേസെടുത്തത്. പരാതിക്കാരനായ യൂത്ത് ലീഗ് നേതാവ് യഹ്യ സലീമിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങളെ മൊഴിയെടുക്കാനായി വിളിപ്പിക്കുകയും വിശദമായ മൊഴി പാലാ DYSP ഉൾപ്പെടെയുള്ളവർ എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഇതിൻ്റെ തെളിവ് സഹിതം, അതായത് ജനൻ TV-യിൽ PC ജോർജ് നടത്തിയ പരാമർശങ്ങളുടെ തെളിവ് USB-യിലാക്കി ഞങ്ങൾ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം അവർ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തോളാമെന്നുള്ള ഉറപ്പിന്മേൽ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. യൂത്ത് ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി എന്നിവരുടെ അടക്കം 7 പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. പരാമർശം വിവാദമായതിനു പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിൽ ക്ഷമാപണം നടത്തി തടിയൂരാനും PC ജോർജ് ശ്രമിച്ചു. മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളാണെന്നും എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു PC-യുടെ പ്രതികരണം. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയ ശക്തികൾ പ്രവർത്തിച്ചാണ് തന്നെ തോൽപ്പിച്ചത്. പാലക്കാട് BJP-യെ തോൽപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും KT ജലീലും ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും ഒത്തുചേർന്നെന്നും PC ജോർജ് ആരോപിച്ചിരുന്നു. ഇതിനിടെ ഇന്നലെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി PC ജോർജ് രംഗത്ത് വന്നു. ചാനൽ ചർച്ചയിലെ പ്രകോപനത്തിന്റെ ബാക്കിയായി താൻ പറഞ്ഞ തെറ്റിന് ക്ഷമ ചോദിച്ചെന്നും ആ പോസ്റ്റിന്റെ കീഴിൽ വന്ന അസഭ്യം പറയുന്നവരെ തന്നെയാണ് തീവ്രവാദികളെന്ന് പറഞ്ഞതെന്നും PC ജോർജ് കുറിച്ചു. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.